വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ശശി തരൂർ ആവർത്തിച്ചതോടെ നേതൃത്വം പ്രതിസന്ധിയിലായി കോൺഗ്രസ് നേതൃത്വം. ഇനി തരൂരിന് മറുപടി പറഞ്ഞ വിഷയം കൂടുതൽ വഷളാക്കേണ്ടത് ഇല്ല എന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. തരൂരിന്റേത് പാർട്ടി നിലപാടല്ലെന്ന് ഹൈക്കമാൻഡ് അടക്കം വിശദീകരിച്ചതിനാൽ ഇനി കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ലെന്നാണ് കേരള നേതാക്കളുടെ നിലപാട്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എന്തായാലും തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഒട്ടും പിന്മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ അതിനെ അവഗണിക്കുകയല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ ജിൽസി, അതങ്ങനെ തന്നെയാണ്. തരൂര് ആവർത്തിച്ച് വിവാദ പ്രസ്താവന നടത്തുന്നു. രാഹുൽ ഗാന്ധിയെ കാണുന്നു, അതിനുശേഷവും ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുകയാണ്. ഇതിനകത്ത് എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശശി തരൂരിൻ്റെ വിവാദ ലേഖനത്തിൽ അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില വിവാദ പ്രസ്താവനകൾ കൂടി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിലുണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ഇനിയിപ്പോൾ തരൂരിനെ അങ്ങ് അവഗണിച്ച് കളയുക. അതായത് തരൂരിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒരു മനസ്സിലൊരു സ്വയം വിമർശനമുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മവിമർശനമുണ്ട്. തന്നെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഒന്നടങ്കം അവഗണിച്ച് കളയുകയാണ് എന്നൊരു തോന്നൽ തരൂരിനുണ്ട്. എന്നാൽ തരൂർ ഇപ്പോൾ തുടർച്ചയായിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചൊരു പശ്ചാത്തലത്തിൽ തരൂരിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുക, ഇനി ഈ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് തരൂരിൻ്റെ വിവാദ ലേഖനം സംസ്ഥാന സർക്കാരിനെയും വ്യവസായ വകുപ്പിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ദേശീയ മാധ്യമത്തിൽ വന്ന ലേഖനത്തിലെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. അതിനകത്ത് CPM-ന്റെ കണക്കുകളെ ഉദ്ധരിച്ചല്ല താൻ ആ ലേഖനം എഴുതിയതെന്ന് തരൂർ പറഞ്ഞതുപോലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവർ പറയുന്ന വാദങ്ങളെ തള്ളുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലുള്ള നിലപാടുകൾ ശശി തരൂർ ആവർത്തിക്കുന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം വലിയ തരത്തിൽ വെട്ടിലാവുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിലെ ഈ പറയുന്ന ആഭ്യന്തര തർക്കത്തിൽ UDF-നകത്തും വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തരൂരിന് മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ തരൂർ പെരുമാറുന്നതെന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് പിടികിട്ടിയിട്ടുമില്ല. ഇതിനകത്ത് എടുത്തു കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതിനകത്ത് തരൂർ പറഞ്ഞതാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും തമ്മിൽ തല്ലാറുണ്ട്, തൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പോൾ ആ പറഞ്ഞതുപോലും വലിയ തരത്തിലുള്ള പരിഹാസവുമാണ്, ഈ പറയുന്ന രീതിയിലുള്ള നേതൃത്വത്തിലുള്ള വെല്ലുവിളിയുമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ അങ്ങ് അവഗണിച്ച് വിടുക, കോൺഗ്രസ് നേതൃത്വം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം നടന്നെടുക്കുന്നത്. ഏതായാലും തരൂരിനെ ഇനി മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട്. ജിൽസി.